ഹായ്, SL ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സാധാരണ റിലേഷൻഷിപ്പിൽ പെൺകുട്ടികൾ ബ്രേക്കപ്പ് പറയുന്നുണ്ടെങ്കിൽ അതിനുള്ള കുറച്ച് കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒരു 2-3 കാരണങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് റീസൺസ്, അതായത് നമ്മുടെ പോയിന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത്. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പൊ എല്ലാവരും പെൺകുട്ടികളാണെങ്കിലും അതല്ല റിലേഷൻഷിപ്പിലുള്ള പയ്യന്മാരാണെന്നുണ്ടെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവുക അവർക്ക് വേണ്ടി ടൈം കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്ക് വേണ്ടി അവർ എത്രത്തോളം സമയം തരുന്നുണ്ടോ അതിലാണ് അവർക്ക് നമ്മളോട് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാറുള്ളത്. ഒട്ടുമിക്ക ആളുകളും അങ്ങനെയാണ്. തിരക്കുള്ള ആളുകളുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞ, അല്ലാത്ത ആളുകൾ. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവർക്ക് വേണ്ടി സമയമൊന്നും കണ്ടെത്തുന്നില്ലെങ്കിൽ, ക്വാളിറ്റി ടൈം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു കാരണമായിട്ട് മാറാം എന്നുള്ളതാണ്. ഇപ്പൊ അവർ നിങ്ങളോട് കാണാൻ വേണ്ടി പറയുകയാണ്, അതായത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയുകയാണ്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും തിരക്ക് പറഞ്ഞിട്ട് ഒഴിയാണെന്ന് വിചാരിക്കുക. ഇത് 1 പ്രാവശ്യം 2 പ്രാവശ്യം ആകുമ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഒരുപാട് പ്രാവശ്യം ആവുന്ന സമയത്ത് അവർക്ക് തന്നെ ഫീൽ ചെയ്യും നിങ്ങൾക്ക് എന്തോ അവരോട് ഒരു അകൽച്ചയുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമില്ല എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടക്കുറവുള്ളതുകൊണ്ടായിരിക്കില്ല, എങ്കിലും അവർക്കത് ഫീൽ ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ അവർക്ക് കൊടുക്കേണ്ട ആ ഒരു ടൈം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ, അത് നിങ്ങളുടെ ഫാമിലി ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, അങ്ങനെ ആരാണെന്നുണ്ടെങ്കിലും അവർക്ക് കൊടുക്കാതെ മറ്റുള്ളവരുടെ കൂടെ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും ഇവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് അവർക്ക് റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോൾ തന്നെ തനിച്ചായതുപോലെ തോന്നുന്നുണ്ടായിരിക്കും. ഇപ്പൊ ഏതൊരാളാണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ സ്നേഹിക്കുന്ന ആളോട് സംസാരിക്കുമ്പോൾ അവരുടെ കൂടെ ഇരിക്കുമ്പോഴാണ് കൂടുതൽ സന്തോഷം കിട്ടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കുന്നുണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പിലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ്, പക്ഷെ ഇല്ലാത്തതുപോലെയാണ്. മീൻസ് റിലേഷൻഷിപ്പ് ഇല്ലാത്തതുപോലെയാണ് നിലവിൽ പോകുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ അവരെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരിക്കില്ല, വിളിക്കുന്നുണ്ടാവില്ല, മെസ്സേജ് അയക്കുന്നുണ്ടാവില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് എന്നുണ്ടെങ്കിലും ആ പെൺകുട്ടി ബ്രേക്കപ്പ് പറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വാല്യൂ കിട്ടാത്തതുപോലെ തോന്നുന്നുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് തന്നെ അവർക്ക് യാതൊരു വാല്യൂ ആ റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല എന്നവർക്ക് തോന്നുന്നുണ്ടാവും, പരിഗണന കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടാവും. അവരുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒന്നിനും യാതൊരു പരിഗണനയും കിട്ടുന്നുണ്ടായിരിക്കില്ല. പേഴ്സണൽ സ്പേസും എല്ലാം ഈ ഒരു കാര്യത്തിൽ വരുന്നതാണ്. സോ നമുക്ക് വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിൽക്കാനായിട്ട് തോന്നില്ല എന്നുള്ളതാണ്. നമുക്ക് യാതൊരു വാല്യൂം തരുന്നില്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്നില്ല, അതുപോലെ നമ്മൾ എന്തെങ്കിലും ആഗ്രഹങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിലും അതിനെ മാനിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് റെസ്പെക്ട് കിട്ടണം, വാല്യൂ കിട്ടണം എന്നുള്ളതാണ്. സോ അത് ആ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും അവര് ബ്രേക്കപ്പ് പറയാൻ, അതായത് ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് അധികകാലം മുന്നോട്ട് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. മേ ബി നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്നുണ്ടായിരിക്കാം, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അബദ്ധത്താൽ നിങ്ങൾ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ അതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ആയിരിക്കും കാണുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞിട്ട് അവർ പോകാനായിട്ട് അധികം താമസമൊന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. സോ ആ റിലേഷൻഷിപ്പ് നേരെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇതിനെല്ലാം മാറ്റിയിട്ട്, അതായത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെല്ലാം തിരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്